താര ഫോണെടുത്തതും അപ്പുറത്തുനിന്ന് അരുണിൻ്റെ ശകാരമുയർന്നു. നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു താരെ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. താര ശബ്ദം താഴ്ത്തി പറഞ്ഞു. അരുണൊന്ന് പതുക്കെ. ഇവിടെ താഴെ എൻ്റെ അപ്പനുണ്ട്. പുള്ളി വല്ലതും അറിഞ്ഞാൽ പിന്നെ എന്നെ ഈ വീട്ടിൽ വെച്ചേക്കില്ല. നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഉം. അരുൺ ഒരു മൂളലിൽ ഒതുക്കി. അല്ല അരുൺ, നമ്മൾ ഇങ്ങനെ പോയാൽ ശരിയാകില്ല. നീ വേറെ വല്ല കമ്പനിയിലും ഒന്ന് ട്രൈ ചെയ്തൂടെ? നമ്മുടെ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ നിനക്കൊരു ജോലി വേണ്ടേ? താരയുടെ വാക്കുകൾ ആശങ്കയായിരുന്നു. പക്ഷേ അത് കേട്ടതും അരുണിൻ്റെ സ്വരത്തിൽ ദേഷ്യം ഇരച്ചുകയറി. ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ? അവനത് ആവർത്തിച്ചു. നോക്ക് താരെ, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ സ്നേഹിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോയേക്കണം നീ. എന്നെ ഉപദേശിക്കാൻ വരണ്ട, കേട്ടല്ലോ. അവൻ അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. എത്രയോ ഓഫീസുകൾ അവൻ കയറിയിറങ്ങി. അച്ഛൻ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തേണ്ടതായിരുന്നു അരുൺ. യുഎയിൽ പോയി ബിസിനസ് പഠിക്കാൻ ചേർന്നതാണവൻ. പക്ഷേ പകുതിക്ക് വെച്ച് പഠനം നിർത്തി. പകൽ മുഴുവൻ സുഹൃത്തുക്കളുടെ കൂടെ കറക്കവും ക്ലബും പാർട്ടിയുമായി ജീവിതമാകെ ആ സമയം ആഘോഷിച്ചു തീർത്തു. ഒടുവിൽ പഠിപ്പുമില്ല, എല്ലാം നശിപ്പിച്ച് കയ്യിൽ ഒന്നുമില്ലാതെ തിരിച്ചെത്തിയപ്പോഴാണ് പശ്ചാത്താപം തുടങ്ങിയത്. കണിമംഗലം ഗ്രൂപ്പിൻ്റെ ഓഫീസ് നോക്കാൻ അവന് ആഗ്രഹമുണ്ട്. പക്ഷേ അഗ്നിയും അച്ഛനും അതിന് സമ്മതിക്കില്ല. കാരണം വ്യക്തമാണ്. അരുൺ തൊടുന്നതെല്ലാം കുളമാക്കും. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം മാത്രമേ അവന് അച്ഛന് നൽകാനായിട്ടുള്ളൂ. എന്നാൽ സഹോദരനായ വസുദേവൻ അങ്ങനെയല്ല. അവനൊന്ന് മനസ്സ് വെച്ചാൽ ഏത് തകർന്ന ബിസിനസ്സും കൊമ്പൻ വിജയമായി മാറും. ഇനി അഗ്നിയുടെ കാര്യമെടുത്താൽ അവൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്നവനുമാണ്. ഏത് സാഹസത്തിനും മുതിർന്ന എന്തും നേടിയെടുക്കും കരുത്തുള്ളവനാണ് അഗ്നി. ഈ മൂന്ന് മക്കളുടെ കാര്യത്തിലും അച്ഛനെപ്പോഴും ശ്രദ്ധാലുവാണ്. പക്ഷെ അതിലേറ്റവും കൂടുതൽ വലഞ്ഞതോ അരുണിൻ്റെ കാര്യത്തിലും. വസുദേവൻ കുറച്ചെങ്കിലും പറഞ്ഞാൽ കേൾക്കും. കൂടാതെ അവൻ ശ്രമിച്ചാലും നന്നായിട്ട് തന്നെ എല്ലാ കാര്യം വിജയിക്കുകയും ചെയ്യും. അഗ്നിയുടെ കാര്യത്തിൽ അച്ഛന് പ്രത്യേക വിശ്വാസമുണ്ട്. അവന് കാര്യപ്രാപ്തിയുമുണ്ട്. എല്ലാം നോക്കി നടത്താനും കൊണ്ടു നടക്കാനും കഴിവുള്ളവൻ. പെട്ടെന്ന് അരുണിൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. സ്ക്രീനിൽ നോക്കിയപ്പോൾ താരയാണ്. അവൻ ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്തു. പണ്ട് എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നപ്പോൾ സ്നേഹിച്ചു നടക്കാൻ അവൾക്ക് വലിയ ആവേശമാണ്. ഇപ്പോൾ ഞാൻ ജോലിയില്ലാത്തവനും കൂലിയില്ലാത്തവനുമായപ്പോൾ അവൾക്ക് ഉപദേശമായി വേണ്ടിയിരുന്നില്ല. ഒന്നും വേണ്ടിയിരുന്നില്ല. തൻ്റെ കയ്യിൽ ജോബ് ഫയലിലേക്ക് അവൻ നോക്കി. പ്രതീക്ഷയോടെ തയ്യാറാക്കിയതാണ് ഓരോന്നും. പക്ഷേ ഇപ്പോൾ അതൊക്കെ വെറും പായ് കടലാസുകളായി അവന് തോന്നി. ആ ഫയലുകൾ ദേഷ്യത്തോടെ കാറിൻ്റെ പിൻസീറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അരുൺ കണ്ണുകൾ മുറുക്കി അടച്ചു. അപകർഷാബോധവും ദേഷ്യവും അവനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. താരയുടെ വിരലുകൾ ഫോൺ സ്ക്രീനിൽ ദേഷ്യത്തോടെ അമർന്നുകൊണ്ടേയിരുന്നു. 10ാമത്തെ വട്ടമാണ് അവൾ അരുണിനെ വിളിക്കുന്നത്. പക്ഷെ അപ്പുറത്തുനിന്ന് യാതൊരു മറുപടിയുമില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അരുൺ അത് മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇങ്ങേർക്കത് എന്തിൻ്റെ കേടാണ്? അവൾ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ജോലിയെക്കുറിച്ച് അക്ഷരം മിണ്ടിയാൽ മതി അരുണിന് അപ്പോൾ വരും വല്ലാത്തൊരു ഈഗോ, ദേഷ്യം, വാശി. പക്ഷെ ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. കണിമംഗലം ഗ്രൂപ്പിലെ ഇളയവനാണ് അരുൺ എന്നറിഞ്ഞപ്പോൾ താര അവനുമായി അടുത്തത് തന്നെ. ആ പേരിനും പ്രതാപത്തിനും പിന്നാലെ അവൾ പോയതെന്ന് തെറ്റു പറയാനാകില്ല. തുടക്കത്തിൽ അവൻ അവളെ പൊന്നുപോലെയാണ് നോക്കിയതും. അവൾ ആഗ്രഹിച്ച വിനോദയാത്രകൾ, വില കൂടിയ സമ്മാനങ്ങൾ, ആഡംബരങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അരുൺ എല്ലാം അവളുടെ മുന്നിലെത്തിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. വെറും 2 വർഷത്തിനുള്ളിൽ അരുണിൻ്റെ കയ്യിൽ ഇപ്പോൾ നയ പൈസയില്ല. അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ അവനൊരു സ്ഥാനവുമില്ല. ഒരു ജോലി പോലുമില്ലാത്ത അവസ്ഥയിലാണ് താൻ എന്ന് വീട്ടിൽ പറയാനുള്ള ധൈര്യം പോലും അവനില്ല. ഇതെല്ലാം ആലോചിച്ചപ്പോൾ താരയ്ക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എന്തിനാ ഈ ബന്ധം വലിച്ചഴിക്കുന്നത്? അവൾ സ്വയം ചോദിച്ചു. വീട്ടിലെ അവസ്ഥ അതിലും കഷ്ടമാണ്. അരുണിൻ്റെ കഷ്ടപ്പാടുകൾ അപ്പൻ അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകിക്കില്ല. അടുത്ത മാസം തന്നെ ജോർജുമായുള്ള തൻ്റെ വിവാഹം നടത്തും. പണക്കാരനും സെറ്റിൽഡ് ആയവനുമാണ് ജോർജ്. അപ്പൻ്റെ ഇഷ്ടവും അവനോട് തന്നെയാണ്. അരുണിനോടുള്ള സ്നേഹമാണോ അതോ കണിമംഗലം എന്ന തറവാടിനോടുള്ള മോഹമാണോ തന്നെ ഇതിൽ തളച്ചിടുന്നതെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ല. നിരാശയോടെ അവൾ ബെഡിലേക്ക് തളർന്നു കിടന്നു. ഫാനിൻ്റെ കറക്കം നോക്കി കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ജോർജും അരുണും മാറി മാറി വന്നുകൊണ്ടേയിരുന്നു.
അഗ്നി തൻ്റെ സിസ്റ്റത്തിൽ വിരലുകൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാളവിക ക്യാബിനിലേക്ക് വന്നത്. അവളുടെ വരവിൽ എന്തൊരു പന്തികേട് അവന് തോന്നി. മുഖം കരഞ്ഞു കലങ്ങിയതുപോലെ. സർ, ഫിനിക്സ് ഗ്രൂപ്പുമായുള്ള മീറ്റിംഗ് ഇന്ന് കൃത്യം 3 മണിക്കാണ്. പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിലുണ്ട്. അവൾ ഓരോന്നായി വിശദീകരിക്കുമ്പോഴും അഗ്നിയുടെ കണ്ണ് അവളുടെ മുഖത്തായിരുന്നു. അവൾ പറയുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ശ്രദ്ധ മുഴുവൻ അവളുടെ മുഖത്താണ്. എനിക്കൊരു കോഫി വേണം, അവൻ അവളോട് പറഞ്ഞു. അവൾ വേഗം പോയി കോഫി തയ്യാറാക്കി കൊണ്ടുവന്നു. കപ്പിലേക്ക് ചൂട് ചേർക്കുന്നതിനിടെ അവൻ അവളുടെ കയ്യിലേക്ക് നോക്കി. അവിടെ ആരോ മുറുക്കി പിടിച്ചതുപോലെ ചുവന്ന പാടുകൾ അവൻ കണ്ടു. മാളവിക, ഇതെന്താ നിന്റെ കയ്യിൽ? അവൻ്റെ ശബ്ദം ഗൗരവത്തിലായി. അതൊന്നുമില്ല സാർ. അവൾ തല താഴ്ത്തി. അഗ്നി അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി. അവൻ്റെ ശരീരത്തിലെ ചൂടും മർദ്ദവും ശ്വാസത്തിൻ്റെ വേഗതയും അവളിൽ വിറയലുണ്ടാക്കി. ആരാ ഇത് ചെയ്തത്? അവൻ അവളുടെ മുഖം താഴ്ന്നപ്പോൾ താടിക്ക് പിടിച്ച് നേരെയാക്കി. മര്യാദക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ ശരീരത്തിൽ ഒരു പോറലേൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ? അവൻ്റെ വാക്കുകൾ മാളവികയുടെ ഹൃദയത്തിലേക്കാണ് ചെന്ന് തറച്ചത്. പക്ഷെ അവൾ മിണ്ടിയില്ല. അവളുടെ മൗനം അഗ്നിയെ പ്രകോപിപ്പിച്ചു. അവൻ കയ്യിലിരുന്ന കോഫി കപ്പ് തറയിലേക്ക് ആഞ്ഞു വലിച്ചെറിഞ്ഞു. കപ്പ് ചിന്നിച്ചിതറുന്ന ശബ്ദം താഴെയുള്ള സ്റ്റാഫുകൾ വരെ കേട്ടു. എല്ലാവരും അമ്പരപ്പോടെ അഗ്നിയുടെ ക്യാബിനിലേക്ക് നോക്കി. ഭയം കൊണ്ട് മാളവിക വിറച്ചുപോയി. അഞ്ജലി ചേച്ചിയാണ് ഇത് ചെയ്തത്. എന്തിന്? അഗ്നി വിട്ടുകൊടുത്തില്ല. അത് എനിക്ക് പറയാൻ പറ്റില്ല സർ. എന്തുകൊണ്ട് പറ്റില്ല മാളവിക? അതും കൂടി നീ പറ. അവൻ ദേഷ്യത്താൽ വിറച്ചിരുന്നു. അവളുടെ മൗനം അവനെ വീണ്ടും ദേഷ്യത്തിലാക്കി. വേണ്ട, ഞാൻ അഞ്ജലിയെ വിളിച്ചോളാം. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. വേണ്ട, ആരെയും വിളിക്കണ്ട. എന്നാൽ നീ തന്നെ പറ, അവൻ ഗർജിച്ചു. മാളവിക കണ്ണുകൾ മുറുക്കി അടച്ചു. ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ വിവേക് സാറും അഞ്ജലി ചേച്ചിയും കൂടി. അവൾ ഉമിനീരിറക്കി ബാക്കി പറയാൻ മടിച്ചു നിന്നു. ബാക്കി പറ മാളവിക, നീ വേഗം പറയുന്നോ അതോ ഞാൻ? അവൻ വീണ്ടും ആക്രോശിച്ചു. അവർ തമ്മിൽ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടു, വിവേക് സാറും അഞ്ജലി ചേച്ചിയും. അവൾ പറഞ്ഞു തീർത്തു. അഗ്നിയുടെ മുഖത്ത് ഒരു വക്രബുദ്ധി തെളിഞ്ഞു. ഓ, അപ്പോൾ ചേച്ചിയുടെ സ്വകാര്യ നിമിഷങ്ങൾ അനിയത്തി കണ്ടു. അതിനവൾ നിനക്ക് തന്നെ സമ്മാനമാണല്ലേ ഈ പാടുകൾ? മാളവിക പതിയെ തലയാട്ടി. പെട്ടെന്ന് അഗ്നി അവളുടെ പവഴ ചുണ്ടുകൾ തൻ്റെ വിരൽ അമർത്തി മെല്ലെ ഞെരിച്ചു. അപ്പോൾ ഇതുപോലെ ഞാനും ഒരെണ്ണം നിനക്കിവിടെ തന്നാലോ? അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലായിരുന്നു. അനാവശ്യം പറയരുത് സർ. മാളവിക അവനെ തള്ളി മാറ്റി നോക്കി. ഞാൻ അനാവശ്യമാണ് പറഞ്ഞത്? നിനക്കൊരു കിസ് തരട്ടെ എന്ന് ചോദിച്ചതാണോ നിനക്ക് അനാവശ്യമായി തോന്നിയത്? അഗ്നിയുടെ ചോദ്യം കേട്ട് മാളവിക അവനെ കൂർപ്പിച്ചു നോക്കി. അഗ്നിയുടെ ആ നോട്ടത്തിൽ ഒരു മുരടൻ്റെ വാശിയും പ്രണയവും കലർന്നിരുന്നു. അവളോട് മാത്രം ഇത്രയും പരുക്കനായി പെരുമാറുന്ന, എന്നാൽ അവളെ ആരും തൊടുന്നതോ നോക്കുന്നതോ ഇഷ്ടപ്പെടാത്ത ഒരുവൻ ഈ കാട്ടുമാക്കാൻ തൻ്റെ ആരാണെന്ന് അവൾക്കപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൾ അവനെ ഓർത്ത് പിറുപിറുത്തു. മാളവികയുടെ കണ്ണുകളിൽ പ്രതിഷേധം കണ്ട് അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ മുഖത്തിൽ കൈ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ കൂർപ്പിച്ചു നോക്കുന്നത് തന്നെ? ഞാൻ നിനക്കൊരു കിസ് തരട്ടെ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, തന്നിട്ടില്ലല്ലോ. അവൻ കുറച്ച് മാറി നിന്ന് അവളെ ഒന്ന് ചുയിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിലും ആർക്ക് വേണം നിൻ്റെയൊക്കെ കിസ്? ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. അഗ്നിയുടെ ആ മാറ്റം മാളവികയെ അത്ഭുതപ്പെടുത്തി. തൊട്ടു മുൻപ് കണ്ട പരുക്കൻ ഭാവമോ പ്രണയമോ ഇല്ല അവനിൽ. പക്ഷെ അവളുടെ ഉള്ളിലെ ദേഷ്യം കെട്ടടങ്ങിയിരുന്നില്ല. അവൾ അവനെ ഒന്നും കൂടി കൂർപ്പിച്ചു നോക്കി മുഖം തിരിച്ചു ക്യാബിൻ വിട്ട് നടന്നു.